എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഇന്ത്യയിലെ കോടതി സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വളരെ വിശാലമായ ഒരു കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. കോടതികളെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഓരോ കോടതിയും എന്ന് പലർക്കും അറിയണമെന്നില്ല. നമ്മുടെ കോടതി സംവിധാനം ഒരു പിരമിഡ് രൂപത്തിലാണ്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, സുപ്രീം കോടതിക്ക് താഴെ സുപ്രീം കോടതിയാണ് പരമമായ കോടതി, പരമോന്നത കോടതി, ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതിന് താഴെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതികൾ. ഓരോ സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ടും ചെറു സംസ്ഥാനങ്ങൾക്ക് 3-4 സംസ്ഥാനങ്ങൾക്ക് ആകെ കൂടിയ ഒരു ഹൈക്കോടതി എന്ന നിലയിൽ ഹൈക്കോടതികളുണ്ട്. ഈ ഹൈക്കോടതികൾക്ക് താഴെയാണ് ജില്ലാ കോടതി. ജില്ലാ കോടതികൾക്ക് താഴെ മജിസ്ട്രേറ്റ് കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി എന്നിങ്ങനെയാണ്. ഏറ്റവും നമുക്കറിയാം, കോടതികൾ എന്ന് പറയുമ്പോൾ സിവിൽ കോടതികളുണ്ട്, ക്രിമിനൽ കോടതികളുണ്ട്. സിവിൽ കോടതി എന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സ് നടപ്പാക്കി കിട്ടുന്നതിനുള്ള, ഇപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് പരിഹരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനുള്ളതാണ് സിവിൽ കോടതികൾ. ലോവസ്റ്റ് സിവിൽ കോർട്ട് എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർട്ടാണ്. മുനിസിപ്പൽ കോർട്ടിലാണ് ഒരു നിശ്ചിത തുക വരെയുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക. അത് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ജൂറിസ്ഡിക്ഷൻ പെക്യൂനിയറി ജൂറിസ്ഡിക്ഷനാണ്, സാമ്പത്തികമായ ജൂറിസ്ഡിക്ഷൻ. അത് പ്രകാരം സബോർഡിനേറ്റഡ് ജഡ്ജിനാണ് ഈ സിവിൽ കേസ് ഫയൽ ചെയ്യേണ്ടത്. സബ് കോടതി എന്ന് പറയും. മുനിസിപ്പൽ കോടതിയിലും സബ് കോടതിയിലും തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന കേസുകളിൽ അത് അഗ്രീവ്ഡ് പാർട്ടിക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അത് ദോഷകരമാണെങ്കിൽ ആ പാർട്ടിക്ക്, ആ കക്ഷിക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ ജില്ലാ കോടതിയാണ്. ജില്ലാ കോടതിക്ക് അപ്പലറ്റ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജില്ലാ കോടതി തീർപ്പ് കൽപ്പിച്ച കേസിൽ അതിനു മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീലും റിവിഷനും ഫയൽ ചെയ്യാം. എന്തെങ്കിലും നിയമപ്രശ്നം പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യാം. ക്രിമിനൽ സൈഡാണെങ്കിൽ ക്രിമിനൽ കേസുകൾ നമുക്കറിയാം നിയമപരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള കോടതികളാണ്. നാടിൻ്റെ നിയമം ലംഘിക്കുന്നവരെ ഒരു കുറ്റവാളികളായിട്ടാണ് കണക്കാക്കേണ്ടത്. കുറ്റകൃത്യമാണ് അവർ ചെയ്യുന്നത്. അതാണ് ക്രിമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികളാണ് ക്രിമിനൽ കേസ് കോടതികൾ. ലോവസ്റ്റ് ക്രിമിനൽ കോടതി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അതിനു മുകളിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. അതിനു മുകളിൽ ജില്ലാ കോടതിക്ക് തന്നെ ചില പ്രത്യേകമായ ഗൗരവതരത്തിലുള്ള സെഷൻസ് ട്രയൽ ആവശ്യമുള്ള കേസുകളുണ്ടാകും. ഗൗരവതരം അത് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല. സെഷൻസ് ട്രയൽ ആവശ്യമുള്ള കോടതികൾ അത് ജില്ലാ കോടതിയാണ്, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി എന്ന് പറയും. അത്തരം കേസുകൾ ആ കോടതിയിലാണ് വിചാരണ ചെയ്ത് തീർപ്പ് കൽപ്പിക്കേണ്ടത്. അങ്ങനെ അതിൽ പേരുള്ള അപ്പീലുകൾ ഹൈക്കോടതിയിലാണ്, തുടർന്ന് സുപ്രീം കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഈ സിവിൽ കോടതിയും ക്രിമിനൽ കോടതിയും കൂടാതെ ട്രിബ്യൂണലുകൾ, കമ്മീഷനുകൾ എന്നിങ്ങനെ ക്വാസി ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയുള്ള കോടതികളുണ്ട്. ഇപ്പോൾ കൺസ്യൂമർ കോടതികൾ എന്ന് പറയും. ഉപഭോക്തൃ കമ്മീഷൻ ആണെന്ന് പറയുക. കൺസ്യൂമർ കമ്മീഷൻ, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾ. ഉപഭോക്താക്കളുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ, അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് കൺസ്യൂമർ കമ്മീഷനിലാണ്. അതുപോലെ ലാൻഡ് ട്രിബ്യൂണലുകൾ, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് ലാൻഡ് ട്രിബ്യൂണലിലാണ്. ഇതുകൂടാതെ പ്രത്യേകമായ നിയമങ്ങൾക്ക് പ്രത്യേക കോടതികൾ, പോക്സോ പോലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളെ കൈകാര്യം ചെയ്യുന്ന പോക്സോ കോടതികൾ സ്പെഷ്യൽ കോടതിയാണ്. അപ്പോൾ ഇതാണ് കോടതി സംവിധാനത്തിൻ്റെ ഒരു ഭാഗം. സുപ്രീം കോടതിയും ഹൈക്കോടതിയും
ഭരണഘടനാ കോടതികൾ കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ പ്രകാരം നമുക്ക് പൗരന്മാർക്ക് മൗലിക അവകാശങ്ങളുണ്ട്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയിൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മൾ സുപ്രീം കോടതിയെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി, ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയാണ് റിട്ട് ഹർജികളുമായിട്ട് സമീപിക്കേണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ട് അനുവദിക്കുകയോ തള്ളുകയോ ചെയ്യും. ഭരണഘടനാ കോടതികൾക്ക് വേറെ ഉള്ള അധികാരം എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, നദീജല തർക്കം പോലെയുള്ള തർക്കങ്ങൾ, ഇതൊക്കെ സുപ്രീം കോടതിയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൗലികമായ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ അതിനെ തീർപ്പ് കൽപ്പിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുരോധമാകണമെന്നുണ്ട്. ഭരണഘടനയുടെ മൗലികമായ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുണ്ട്. കാരണം ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങളാണ്. പൗരൻ്റെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഒരു നിയമം ഭരണഘടനാപരമാണോ, പൗരൻ്റെ ഏതെങ്കിലും അധികാരാവകാശങ്ങളെ ലംഘിക്കുന്നതാണോ എന്ന നിലയിൽ പരിശോധിക്കാനും ആ നിയമം സാധുവോ അസാധുവോ ആണ് എന്ന് പ്രഖ്യാപിക്കാനും അധികാരമുള്ളതാണ് സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും. അപ്പോൾ അങ്ങനെയുള്ള അധികാരാവകാശങ്ങളുള്ളതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇതാണ് കോടതികളെക്കുറിച്ച് ഹ്രസ്വമായി പറയാനുള്ളത്. നമ്മുടെ കോടതികൾ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു തൂണാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനം പുലരുന്നത് തന്നെ കോടതി, ജുഡീഷ്യറി ഉണ്ട് എന്നുള്ള ഒരു ബലത്തിലാണ്. അത് പലപ്പോഴും ചിലപ്പോൾ കോടതി നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ പ്രതീക്ഷകളെയൊക്കെ ചിലപ്പോൾ പല കേസുകളിലും നമ്മളെ നിരാശരാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ധാരാളം ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യർ വിശ്വസിക്കുന്ന, അവരുടെ അധികാരാവകാശങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന ഒന്നാണ് ജുഡീഷ്യറി. അപ്പോൾ കോടതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഉള്ള ആശ്രയ കേന്ദ്രങ്ങളായിട്ട് കോടതികൾ നിലനിൽക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പഠനത്തിന് നമ്മൾ തയ്യാറാവണം എന്നാണ് ചുരുക്കത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി.